ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ റിയാലിറ്റി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നീലിമ തോക്കിൻ്റെ മുൾമുനയിൽ നിർത്തിയിരിക്കുക സുധിയെ. തൻ്റെ 50 ലക്ഷം രൂപ എഴുതി തരാൻ എനിക്ക് സൗകര്യമില്ല എന്നാണ് നീലിമ സുധിയോട് പറയുന്നത്. നീലിമ, നീ എന്തൊക്കെ പറയണേന്ന് ചോദിച്ചു സുധി. എനിക്ക് എൻ്റെ കാശ് വേണമെന്നും അത് കിട്ടാതെ നീ ഇവിടുന്ന് പുറത്ത് പോകില്ല എന്നും നീലിമ പറയും. ഇത് എൻ്റെ തീരുമാനമാണെന്നും. അപ്പോൾ എൻ്റെ കയ്യിൽ കാശൊന്നും ഇല്ല നീലിമ, ബിസിനസ്സൊക്കെ ആകെ നഷ്ടത്തിലാണെന്നും അതുപോലെ തന്നെ ശ്രുതിയുടെ പാർലറിലും കസ്റ്റമേഴ്സൊക്കെ കുറവാണ്, അവൾക്ക് വരുമാനമൊന്നും ഇല്ല എന്നൊക്കെ സുധി പറയുമ്പം നിൻ്റെ കഷ്ടപ്പാട് പറഞ്ഞ് എന്നോട് കടം വാങ്ങിക്കാനാണോ നിന്റെ ഭാവം എന്ന് നീലിമ അന്നേരം ഇവനോട് ചോദിച്ചു. സെൻറ്റിമെൻറ്റ്സ് പറഞ്ഞ് എൻ്റെ മനസ്സലിയിക്കാമെന്ന് നീ കരുതണ്ട എന്നൊക്കെ പറഞ്ഞ് നീലിമ പറയുവാണ്. നിന്റെ ഭാര്യയുടെ അച്ഛൻ വലിയ കോടീശ്വരനല്ലേ? നീ അപകടത്തിലാണെന്ന് ശ്രുതിയെ വിളിച്ച് പറയാന്നും പറഞ്ഞായി നീലിമ. അച്ഛനെ വിളിച്ച് പറഞ്ഞ് അവൾ മലേഷ്യയിൽ നിന്ന് കാശ് വരുത്തട്ടെ എന്നൊക്കെ പറയുമ്പം അവരോടൊന്നും അങ്ങനെ കാശ് ചോദിക്കാൻ പറ്റത്തില്ല നീലിമ. അതുപോലെ ശ്രുതി അവളുടെ അച്ഛനോട് ഇനി കാശൊന്നും ചോദിക്കില്ല എന്ന് പറയുമ്പം എങ്കിലും നീ ഒരു കാര്യം ചെയ്യാം, നിന്റെ ഷോറൂമേ എൻ്റെ പേർക്ക് അങ്ങ് എഴുതി തരാൻ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ സുധി നടുങ്ങി. നീലിമ അങ്ങനെ പറയുന്നു ഇവൻ വിചാരിച്ചില്ലല്ലോ. അതൊന്നും നടക്കത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കും സുധിയുടെ നേരെ തോക്ക് അങ്ങ് ചൂണ്ടി നീലിമ. അന്നേരം സുധി പേടിച്ചു. പറ്റില്ലെങ്കിലേ നിന്നെ ഞാൻ കൊല്ലും എന്നും നീലിമ സുധിയോട് പറയുക. ചുറ്റിന് നിൽക്കുന്നവരും പേടിച്ചു കേട്ടോ. അപ്പോൾ എന്താ, ജീവൻ രക്ഷിക്കാൻ നിന്റെ മുന്നിൽ രണ്ട് മാർഗങ്ങളാണ് ഉള്ളത്. ഒന്നെങ്കിൽ ശ്രുതിയെ വിളിച്ച് 50 ലക്ഷം രൂപയായിട്ട് ഇവിടെ വരാൻ പറ, അല്ലെങ്കിൽ ദേ ഷോറൂം എൻ്റെ പേരിൽ എഴുതി തരണമെന്ന് പറഞ്ഞു. ഇത് കേട്ട് സുധിക്ക് മിണ്ടാട്ടം മുട്ടിപ്പോയി. ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്ന് തന്നില്ലെങ്കിലേ നിന്നെ ഞാൻ വെറുതെ വിടില്ല, മരിക്കാൻ നീ തയ്യാറായിക്കോളാനും പറഞ്ഞു. അത്രയും പറഞ്ഞിട്ട് നമ്മുടെ നീലിമ അവിടെ നിന്ന് പോയി. സുധി പിന്നെ ആലോചന തുടങ്ങി, എന്ത് ചെയ്യും, എങ്ങനെ ഇവിളിൽ നിന്ന് ഊരിപ്പോരുമെന്ന്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കും നമ്മുടെ രേവതി അവിടെ ഇരുന്ന് അമ്മയ്ക്ക്, അതായത് അച്ചമ്മയ്ക്ക് പാത്രത്തിൽ കറിക്കുള്ളത് അരിഞ്ഞു കൊടുത്തോണ്ടിരിക്കുക. അപ്പോൾ എന്തിനാ മോളെ നീ ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അച്ഛമ്മ എങ്ങ് വന്നു. ഇതൊക്കെ ശ്രുതി വന്നിട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാം അവൾ തന്നെയല്ലേ ചെയ്യുന്നത് അമ്മേ, പറ്റാവുന്നത് ചെയ്തു കൊടുത്ത് സഹായിക്കാമെന്ന് ഞാൻ കരുതിയെന്ന് പറയുമ്പം മോളെ വീട്ടിൽ ഓടിച്ചാടി നടന്ന എല്ലാ ജോലിയും ചെയ്തിരുന്ന സമയമില്ലേ, അന്നൊന്നും മോളെ ആരും സഹായിച്ച് കണ്ടില്ലല്ലോ എന്ന് അച്ഛമ്മ പറയുമ്പോൾ രേവതി ചിരിക്കും. അപ്പോഴത്തേക്ക് അച്ഛൻ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. ശ്രുതി അതിന് അടുക്കളയിൽ കയറാറ് പോലുമില്ല. ചന്ദ്രമതി കയറും, അത് വേണം ഇത് വേണമെന്നൊക്കെ പറഞ്ഞ് ഇവളോട് ആജ്ഞാപിക്കാനായിട്ട്. എല്ലാവരും എൻ്റെ കുഞ്ഞിനെ ഇവിടെയിട്ട് കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലേ എന്ന് അച്ഛമ്മ ചോദിക്കുമ്പം ഇപ്പോഴും എൻ്റെ മോൾക്ക് റെസ്റ്റ് കിട്ടിയെന്ന് അച്ഛൻ പറഞ്ഞു. അപ്പോൾ എന്തോന്ന് റെസ്റ്റ്, കണ്ടില്ലേ ഇവിടെ കയ്യും കാലും വെറുതെ ഇരിക്കില്ല. നീ ചിരിക്കുമൊന്നും വേണ്ട, പിന്നെ എനിക്കതൊക്കെ അറിയാം. കാല് ശരിയായാലും പണ്ടത്തെ പോലെ ഓടിച്ചാടി നടന്നേ ഈ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ല കേട്ടോ എന്ന് അച്ഛമ്മ പറഞ്ഞു കൊടുത്തു. പിന്നെ രവി വീട്ടിലെ ജോലികളൊക്കെ എല്ലാവരും ചേർന്നങ്ങ് ചെയ്യട്ടെ എന്ന് പറയുമ്പോൾ അതിന് അമ്മ ഇവിടെ താമസിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു അച്ഛൻ. അതെന്താ, നിനക്ക് അവരെ കൊണ്ട് പറഞ്ഞ് ചെയ്യിക്കാനുള്ള കഴിവില്ലേ എന്ന് അമ്മ ചോദിക്കാം മോനോട്. നീ പറഞ്ഞാൽ എന്താ, അവരൊന്നും കേൾക്കില്ലേ എന്ന് ചോദിച്ചു. അവരല്ല, മോളാ കേൾക്കാത്തതെന്ന കാര്യം അച്ഛൻ ഇങ്ങനെ പറയുമ്പോൾ രേവതി അച്ഛമ്മയെ നോക്കുക. വീട്ടിലെ ജോലി മോള് മാത്രം ചെയ്യണ്ട എന്ന് ഞാനും സച്ചിയും എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണെന്നറിയോ, കേൾക്കണ്ടേ അതിന്. രേവതി മോള് 2 ദിവസം അടുക്കളയിൽ കയറാതിരുന്നാൽ അവർ താനേ കയറിക്കോളൂ എന്ന കാര്യങ്ങൾ അച്ഛൻ പറയുവാണ്. അപ്പോഴാണ് സച്ചി പുറത്ത് പോയിട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. സച്ചി വന്നപ്പം സച്ചിൻ്റെ ഇത് എവിടെ പോയതാണെന്ന് ചോദിച്ചു രേവതി. സച്ചിയുടെ മുഖത്ത് എന്തൊക്കെയോ ഒരു കള്ളലക്ഷണം രേവതിക്ക് മനസ്സിലായി. അപ്പോൾ എന്താടാ ഒരു പരിങ്ങിക്കളിയൊക്കെ എന്ന് അച്ഛമ്മ അന്നേരം ചോദിച്ചു. ആക്സിഡൻറ്റിന് പിന്നിൽ ഗജാനന്ദനല്ല എന്ന് നമ്മുടെ സച്ചി അന്നേരം പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേക്കും എടാ അങ്ങനെ ഉറപ്പിച്ച് പറയാൻ എന്താടാ കാരണം എന്ന് ചോദിച്ചു അച്ഛൻ. പോലീസ് അവനെ പിടികൂടിയോ, അതാണോ ആക്സിഡൻറ്റിന് പിന്നിൽ ഗജാനന്ദനല്ല എന്ന് പോലീസാണോ നിന്നോട് പറഞ്ഞേ എന്ന് ചോദിച്ചപ്പം സച്ചി അല്ല എന്ന് പറഞ്ഞു. പിന്നെ ആരാ നിന്നോട് പറഞ്ഞേ? അവൻ തന്നെ എന്നോട് പറഞ്ഞതെന്ന് പറയുവാണ്. അന്നേരം സച്ചിയെ അവനാണ് ആക്സിഡൻറ്റ് ഉണ്ടാക്കിയതെന്ന് അവൻ പറയുമോ സച്ചി ഏട്ടാ എന്ന് രേവതി അന്നേരം ചോദിച്ചു. അവനല്ലെന്നല്ലേ അവൻ പറയത്തുള്ളൂ. അപ്പോൾ സച്ചി ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ രവിയേട്ടൻ ഇങ്ങനെ എന്താടാ സച്ചി എന്ന് ചോദിച്ചു. അവൻ പറയുന്നതും കേട്ട് വിശ്വസിച്ച് നീ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നു. 2 എണ്ണം അവൻ്റെ ചെകിട്ടത്ത് പൊട്ടിക്കണ്ടായിരുന്നോടാ, എങ്കിലേ അവൻ സത്യം പറഞ്ഞേനെ എന്നൊക്കെ പറയുമ്പോൾ 2 ഒന്നുമല്ല, ഞാൻ എണ്ണീട്ടില്ല, കുറെ പൊട്ടിച്ചു എന്ന് സച്ചി അന്നേരം പറഞ്ഞു. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലെന്നാണോ അച്ഛമ്മ പറയുന്നത് എന്ന് ചോദിച്ചു. പിന്നെ അവനങ്ങനെ ചെയ്തിട്ടില്ലെന്ന് അവൻ പറയുന്നത്, അവൻ്റെ ഭാവം കണ്ടാൽ അറിയാം അവനല്ല ചെയ്തതെന്ന്. പിന്നെ അവനെ സംശയിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയുമ്പോൾ പോലീസ് ചെയ്യേണ്ട ജോലി നീ അങ്ങ് ചെയ്തല്ലേടാ. എടാ നിന്നോട് ഞാൻ അന്നെന്താടാ പറഞ്ഞേ, നീ ഇതിനകത്ത് അനുസരിക്കാതെ പോയത്? അച്ഛൻ പറഞ്ഞത് സച്ചേട്ടൻ കേട്ടില്ല, അച്ഛമ്മ പറഞ്ഞത് സച്ചേട്ടൻ കേട്ടു, അത്രേ ഉള്ളൂ എന്ന് രേവതി അന്നേരം അവിടെ ഇരുന്ന് പറയുമ്പം അച്ഛമ്മ ഇങ്ങനെ നോക്കി ചിരിക്കുക രണ്ടുപേരെയും. എന്താ അമ്മ ഇത്, ഗജാനന്ദനെ സംശയമുണ്ടെന്ന് ഞാൻ സ്റ്റേഷനിൽ ചെന്ന് എസ്ഐയോട് പറഞ്ഞതാണ്, പക്ഷേ അദ്ദേഹം അത് കാര്യമായിട്ടൊന്നും എടുത്തില്ല. പിന്നെ അദ്ദേഹം ചെയ്യേണ്ട ജോലി ഞാൻ ചെയ്തു. എടാ തെറ്റ് ചെയ്യാത്ത ഒരുത്തിനെയല്ലേടാ നീ തല്ലിയത്, വെറുതെ
ചുമ്മാ പോയി തല്ലിയിട്ട് നീ അവനോട് ക്ഷമ ചോദിച്ചോന്ന് ചോദിച്ചാൽ അച്ഛൻ. എന്തിനും ഞാനെന്തിനാ പോയി ക്ഷമ ചോദിക്കുന്നേ? ആഹാ, എന്തിനാ ക്ഷമ ചോദിക്കുന്നതെന്നോ? നീ കൊള്ളാലോ. എൻ്റെ അച്ഛ അവൻ രേവതിയുടെ വീട്ടിൽ ഭീഷണി മുഴക്കിയായിരുന്നു. എന്നെയും രേവതിയെയും വെറുതെ വിടില്ല, 2 എണ്ണം കൊടുക്കുമെന്നൊക്കെ അവൻ പറഞ്ഞിരുന്നു. അതിന് പകരമായിട്ട് ഞാൻ അവന് കൊടുത്തു. അങ്ങനെ അങ്ങ് കരുതിയാൽ മതി, അതിനെ വേറെ ഒന്നും അച്ഛൻ കരുതണ്ടെന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുമ്പോൾ കൊടുത്തത് എന്തായാലും നന്നായതേ ഉള്ളടാ എന്ന് പറയുവാണ് നമ്മുടെ അച്ഛമ്മ. സച്ചേട്ടാ, ദേ ഗജാനന്ദൻ അല്ലെങ്കിൽ പിന്നെ ആരാ എന്നോട് ഇത് ചെയ്തേ എന്ന് രേവതി ചോദിക്കുക. അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നതെന്ന് സച്ചി ഇങ്ങനെ ഇരുന്ന് പറയണു. അങ്ങനെ എന്തായാലും ഇത് ചെയ്തവനെ വെറുതെ വിടാൻ പാടില്ല, അവന് ശിക്ഷ മേടിച്ച് കൊടുക്കണമെന്ന് തന്നെ അച്ഛമ്മ പറയുവാണ്. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി കണ്ടെത്തിയില്ലേ നമ്മൾ തോറ്റുപോകും അച്ഛമ്മേ. അതെ അതെ എടാ, അങ്ങനെയൊക്കെ ചിന്തിക്കേണ്ട കാര്യമുണ്ടോടാ എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ ചിന്തിക്കണം, ചിന്തിച്ചേ പറ്റൂ, അല്ലെങ്കിൽ ശരിയാവത്തില്ല. അവരെ കണ്ടെത്തിയില്ലെങ്കിലേ അവരിത് വീണ്ടും ആവർത്തിക്കും. എൻ്റെ അല്ല, രേവതിയുടെ ജീവനാണ് അപകടത്തിലാകുന്നതെന്നുള്ള കാര്യങ്ങളിങ്ങനെ സച്ചി അച്ഛനോട് പറയും. അപ്പോൾ അത് കേട്ടപ്പോൾ അച്ഛന് ഭയങ്കര വിഷമം, ടെൻഷനൊക്കെ. ശരിയാണെന്ന് അവർക്കറിയാം. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ മീരയുമായിട്ട് ചെന്ന് നിന്ന് സംസാരിക്കുവാണ് ശ്രുതി. അപ്പോൾ നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ, നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. ഇതിനേക്കാളും വലിയ പ്രതിസന്ധികൾ നേരിട്ട് അതിനെ അതിജീവിച്ച് വന്നവളല്ലേ നീ എന്നൊക്കെ ഇങ്ങനെ മീര ഇങ്ങനെ പറയുമ്പോൾ അതും ഞാനിപ്പോഴും തന്ത്രപൂർവ്വം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ ഇത് അവൾ തട്ടിക്കൊണ്ട് പോയത് എൻ്റെ ഹസ്ബൻഡിനെയാണ് മീരയെന്നും പറഞ്ഞാണ് ശ്രുതി കരയുന്നത്. എൻ്റെ എല്ലാമാണ് ശ്രുതി, അവൻ എന്തെങ്കിലും പറ്റിയാൽ അവളിനി ശ്രുതിയെ എന്തെങ്കിലും ചെയ്താൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി ഭയങ്കരമായിട്ട് കരയുക. നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ എന്ന് മീര പറയുമ്പോൾ ആശ്വാസ വാക്കുകളുണ്ടെന്നും കാര്യമില്ല മീര, എന്തെങ്കിലും എത്രയും പെട്ടെന്ന് ചെയ്തേ പറ്റൂ, അത് എത്രയും പെട്ടെന്ന് ചെയ്യണം. ശ്രുതിയെ തട്ടിക്കൊണ്ട് പോയതിന് പിന്നിൽ നീലിമ തന്നെയാണെന്ന് നിനക്ക് ഉറപ്പാണോ എന്ന് മീര ചോദിക്കുമ്പം ഉറപ്പാണ്. അവർ ശ്രുതിയെ ബലമായി കയറ്റിക്കൊണ്ട് പോകുന്നതിന് മുൻപ് നീലിമയുടെ പേര് പറഞ്ഞിരുന്നു എന്നാണ് ആനന്ദ് പറഞ്ഞത്. ക്യാഷിനെ കുറിച്ചൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞെന്നും പറഞ്ഞു. അവൾ കാനഡയിലേക്ക് പോയിരുന്നതാ, നാട്ടിൽ വന്ന് അവൾ കൊട്ടേഷൻ കൊടുത്തതാ മീര എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങളെല്ലാം ശ്രുതി പറയുകയാണ്. അവൾ ക്യാഷ് തന്ന അന്ന് ഞങ്ങൾ വെല്ലുവിളിച്ചിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോയതെന്നും പറഞ്ഞു. പക്ഷേ ഇങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നൊക്കെ പറയുമ്പം എന്താ അവളുടെ ഉദ്ദേശം, എന്തിനാ അവൾ ശ്രുതിയെ തട്ടിക്കൊണ്ട് പോയതെന്നൊക്കെ മീര ചോദിക്കുവാണേ. അപ്പോൾ ഇനി അവൾ തന്ന കാശ് തിരികെ വാങ്ങിക്കാനും വല്ലതും ആയിരിക്കും അവളിങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അതിനാണ് 100% സാധ്യത. അല്ലാതെ ശ്രുതിയെ വേറെ എന്തെങ്കിലും ചെയ്തിട്ട് അവൾക്ക് എന്ത് കിട്ടാനാണെന്നൊക്കെ ചോദിക്കുകയാണ് ശ്രുതിയെ. അങ്ങനെയാണെങ്കിൽ അവൾ കാശിന് വേണ്ടി നിന്നെ വിളിക്കേണ്ടതല്ലേ? ഇതുവരെ അവൾ നിന്നെ വിളിച്ചിട്ടില്ലല്ലോ. ഇല്ല, ഇതുവരെ എന്നെ വിളിച്ചിട്ടില്ല. നിന്നെ കാണാൻ വരുന്ന വഴി ഞാൻ ശ്രുതിയെയും നീലിമയെയും വിളിച്ചിരുന്നു. 2 പേരുടെയും ഫോണ് സ്വിച്ച് ഓഫ് ആണെന്നുള്ള കാര്യങ്ങൾ പറയുമ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ശ്രുതിയെ അവരിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുവരാൻ നമുക്ക് നോക്കണം. നമുക്ക് പോലീസിലൊരു പരാതി കൊടുത്താലോ? അവർ വേണ്ടത് ചെയ്തോളില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ശ്രുതിക്ക് ടെൻഷനായി. ഇതിൻ്റെ പേരിൽ ഇനി ഒരു പ്രശ്നം ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് പോലീസിൻ്റെ മുന്നിൽ സൈൻ ചെയ്തിരുന്നല്ലേ നിങ്ങളും അവളും തമ്മിൽ. ഇപ്പോൾ വാക്ക് തെറ്റിച്ച് അവൾ പ്രശ്നം ഉണ്ടാക്കിയില്ലേ, ഇത് പോലീസ് കൈകാര്യം ചെയ്തോളും, നമുക്ക് സ്റ്റേഷനിൽ ചെന്നൊരു പരാതി കൊടുക്കാൻ നീ വന്നേന്നും പറഞ്ഞുകൊണ്ട് മീര ശ്രുതിയെ വിളിക്കുമ്പോൾ വേണ്ട വേണ്ട വേണ്ട, അങ്ങനെ പോയാൽ ഈ പൈസയുടെ കാര്യം വീട്ടുകാരറിയില്ലേ, അറിഞ്ഞാൽ എന്തിനു വേണ്ടി നീലിമ ശ്രുതി തട്ടിക്കൊണ്ട് പോയെന്നും പറയേണ്ടി വരും. നീലിമ 50 ലക്ഷം രൂപ ശ്രുതിക്ക് തിരികെ കൊടുത്ത കാര്യം എല്ലാവരും അറിയില്ലേ, പിന്നെ ഇപ്പം എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കുവാണ് നേരം മീര. ശ്രുതി ഇപ്പോൾ എവിടെയാണ്, നമ്മൾ എങ്ങനെ കണ്ടെത്തും, എങ്ങനെ രക്ഷപ്പെടുത്തും എന്നൊക്കെ മീര ഇങ്ങനെ ശ്രുതിയോട് ചോദിക്കണം. ശ്രുതി നിന്ന് കരച്ചില, ഒരു വഴിയും കാണുന്നുമില്ല. ശ്രുതി നീ ഇങ്ങനെ തളരല്ലേ എന്നും പറഞ്ഞ് മീര സമാധാനിപ്പിക്കുമ്പോഴത്തേക്കും ഭയങ്കര കരച്ചിൽ. ആ സമയത്ത് ശ്രുതി ഇങ്ങനെ ഇരിക്കും ആലോചനയുമായിട്ട്. ആ സമയത്താണ് അങ്ങോട്ടേക്ക് നീലിമ വരുന്നത്. നിന്റെ തീരുമാനം എന്തായെന്നും ചോദിച്ചു. അപ്പോൾ മേഡം ഞങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ഇവൻ എന്താ പറയുന്നതെന്ന് നിങ്ങളൊന്ന് നോക്ക്. ഇവന് 2 ഓപ്ഷൻ ഞാൻ കൊടുത്തിരുന്നല്ലോ, അതിലേതെങ്കിലും ഇവൻ സമ്മതിച്ചോ എന്ന് നീലിമ ഇവരോട് ചോദിക്കുക. നിന്റെ ഭാര്യയെ വിളിച്ച് കാശ് കൊണ്ടുവരാനായിട്ട് നീ പറയുന്നോ, അതോ ഷോറൂം എനിക്ക് എഴുതി തരികയാണോ ചെയ്യുന്നത്, എന്താണെന്ന് വെച്ചാൽ നീ പറയാൻ പറഞ്ഞു. അപ്പോൾ സാറിപ്പോഴും ആലോചനയിലാണ് മേഡം, സാറിനൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ഇവരും പറയുമ്പോൾ പണ്ടേ ഇവൻ ഇങ്ങനെയാന്നേ, ഉറച്ച ഡിസിഷൻ എടുക്കാനേ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരുത്തനാ. അഥവാ എന്തെങ്കിലും തീരുമാനിക്കണമെന്നുണ്ടെങ്കിൽ ആരുടെയെങ്കിലും സഹായം ഇവന് വേണം. എന്നാൽ പിന്നെ തീർക്കട്ടെ മേഡം എന്നും പറഞ്ഞുകൊണ്ട് തോക്കെടുത്ത് ഈ ഗുണ്ടകൾ നമ്മുടെ ശ്രുതിയുടെ നേരെ ചൂണ്ടുമ്പോഴത്തേക്ക് അയ്യോ വേണ്ട വേണ്ട, എനിക്ക് ജീവിച്ച് കൊതു തീർന്നിട്ടില്ല എന്ന് ശ്രുതി ഇവരോട് പറയണം. അപ്പോൾ കൊല്ലാൻ വരട്ടെ, നമുക്ക് നോക്കാമെന്ന് നീലിമ. എന്ത് വേണമെന്ന് ഇവന് തീരുമാനിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഇവൻ്റെ ഭാര്യയെ വിളിക്കാമെന്ന് പറഞ്ഞു. അവള് ബഹുമിടിക്കുക, അവള് തീരുമാനം ഉണ്ടാക്കും. പോലീസ് സ്റ്റേഷനിൽ വെച്ചേ അവളുടെ അതിസാമർഥ്യമൊക്കെ ഞാൻ ശ്രദ്ധിച്ചതാ, ഞാൻ കണ്ടതുവാ, എനിക്കത് അറിയാം എന്നൊക്കെ നീലിമ പറയുക. അന്ന് യഥാർത്ഥത്തിൽ എൻ്റെ പണം തട്ടിയെടുത്തതേ അവളായിരുന്നു എന്നും പറഞ്ഞു. ശ്രുതി എന്ന് പറയുന്നവള് തന്ത്രപൂർവ്വം എന്നെ കുടിക്കിയതേ അവളായിരുന്നു എന്ന കാര്യമൊക്കെ നീലിമ പറയുമ്പോൾ ശ്രുതി ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ വിപ്രാളമൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടേ അവളിൽ നിന്ന് തന്നെ ഞാൻ കാശ് വാങ്ങിച്ചോളാമെന്നൊക്കെ പറഞ്ഞ് നീലിമ പറയുവാണ്.
കൊത്തിയ പാമ്പ് തന്നെ വിഷം ഇറക്കുന്നതാ കൂടുതൽ നല്ലതെന്നും പറഞ്ഞു. എന്നും പറഞ്ഞു ശ്രുതി ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോഴേക്കും ദേ ശ്രുതിയുടെ ഫോണിലേക്ക് ഒരു കോള് ചെല്ലുന്നു. അപ്പോൾ ശ്രുതി ഇങ്ങനെ നോക്കുക. അപ്പോൾ പരിചയമില്ലാത്ത നമ്പറാണല്ലോ എന്ന് മീരയോട് പറഞ്ഞു. ചിലപ്പോൾ നീലിമയായിരിക്കും, നീ കോൾ എടുക്കാൻ പറഞ്ഞു. നീ ആവശ്യത്തിന് വേണ്ടി വേറെ നമ്പർ എടുത്തതായിരിക്കും, നീ ടെൻഷൻ അടിക്കേണ്ട, നീ കോൾ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ കോൾ എടുത്തു. ഹലോ, നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നിന്ന് പണ്ടേ പോയൊരു കഥാപാത്രമാണ് ഞാൻ എന്ന് ആരാന്ന് ചോദിച്ചപ്പോൾ നീലിമ പറഞ്ഞു. പേര് നീലിമ, ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നീലിമയോ എന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ലൗഡ് സ്പീക്കറിലിട്ടു. അപ്പോൾ ശ്രുതി ഫോൺ എടുക്കാത്തത് കൊണ്ട് പ്രിയപ്പെട്ട ഭാര്യ മൊത്തത്തിൽ ടെൻഷൻ അടിച്ചിരിക്കുമായിരിക്കും അല്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പം നീലിമ പറയുന്നതൊക്കെ കേട്ടി മിണ്ടാണ്ടിരിക്കുക ശ്രുതി. എങ്കിലേ അവൻ ഉടനെ ഒന്നും ഫോൺ എടുക്കത്തില്ല, കാരണമേ അവൻ എൻ്റെ കസ്റ്റഡിയിലാണ് ഉള്ളതെന്നൊക്കെ നീലിമ ശ്രുതിയോട് പറഞ്ഞു. നിനക്ക് എന്താ ഇപ്പം വേണ്ടേ എന്ന് ശ്രുതി ചോദിക്കുമ്പം വേണ്ടത് എന്താണെന്ന് നിനക്ക് വ്യക്തമായിട്ട് അറിയാവല്ലോ ശ്രുതി, പിന്നെ എന്തിനാ എന്നോട് ചോദിക്കുന്നേ? എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ ക്രൂരമായി അപമാനിച്ച് എന്നിൽ നിന്ന് നീയും നിന്റെ ഭർത്താവും കൂടി തട്ടിയെടുത്ത 50 ലക്ഷം രൂപയാണ് എനിക്ക് വേണ്ടത്. എന്താ അതെനിക്ക് തിരിച്ചു തരില്ലേ? തിരിച്ചു വേണം എനിക്കെന്നൊക്കെ പറഞ്ഞു. അത് തന്നാൽ മാത്രമേ നിന്റെ ഭർത്താവ് ഇനി സുരക്ഷിതമായി നിന്റെ അരികിൽ എത്തുകയുള്ളൂ എന്ന കാര്യം പറയുമ്പോൾ എൻ്റെ കയ്യിൽ കാശും മണ്ണാങ്കട്ടയൊന്നും ഇല്ല എന്ന് ശ്രുതി പറയുക. പോലീസ് സ്റ്റേഷനിൽ വെച്ച് നീ തന്ന കാശ് നിൻ്റേതാണെന്നോ പറയും, നിനക്ക് നാണം ഇല്ലേ എന്ന് ശ്രുതി നീലിമയോട് ചോദിക്കാം. എടി, നീ എൻ്റെ ഭർത്താവിനെ പറ്റിച്ച് കൈക്കലാക്കിയ കാശല്ലേ അത് എന്ന് ചോദിക്കുമ്പം നീലിമ ഒന്ന് ചിരിച്ചു. ശ്രുതി പേടിച്ച് വരച്ച് അവിടെ ഇരിക്കാം. എന്നിട്ട് നിന്റെ 50 ലക്ഷം രൂപ എന്ന് വിളിച്ചു കൂപ്പാൻ ചില്ലറ ഉളുപ്പൊന്നും പോരാ. നിന്നെ പോലെ നാണം കെട്ട ഒരുത്തി ഈ ലോകത്ത് വേറെ ഉണ്ടാവില്ല. നിന്നെ എൻ്റെ കയ്യിൽ കിട്ടിയാൽ ഞാൻ ശരിപ്പെടുത്തും എന്നൊക്കെ ശ്രുതി നീലിമയോട് പറയുമ്പോൾ നിന്റെ ഭർത്താവിൻ്റെ ജീവൻ എൻ്റെ കയ്യിലാണെന്ന് മറന്ന് നീ തട്ടിക്കയറുവാണോ എന്ന് നീലിമ നേരെ ഇവളോട് ചോദിച്ചു. അവൻ്റെ അവസ്ഥ എന്താണെന്നേ അവൻ്റെ വായിൽ നിന്ന് തന്നെ നീ കേട്ടോളാൻ പറഞ്ഞു. എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ശ്രുതിയുടെ വയറ്റത്ത് ഇടിക്കുന്നു, കൈക്കിട്ട് കുത്തുന്നു ഒക്കെ ചെയ്യും. അപ്പോൾ ശ്രുതി ഒച്ച വയ്ക്കും അവിടെ കിടന്ന്. അയ്യോ ശ്രുതി എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ശ്രുതി ഇവള് രണ്ടും കൽപ്പിച്ച എന്നൊക്കെ ശ്രുതി പറയാം. ആ കാശ് കൊടുത്തില്ലെങ്കിൽ ഇവരെന്നെ കൊല്ലും എന്നും പറഞ്ഞു ശ്രുതി പറയണു. അപ്പോഴത്തേക്കും ശ്രുതി ഞെട്ടി പേടിച്ചു വിറച്ചു നിൽക്കുക. അപ്പോൾ ഇവരുടെ കയ്യിൽ തോക്കൊക്കെ ഉണ്ട്, ഏത് നിമിഷവും ഇവരിത് പൊട്ടിക്കും എന്നൊക്കെ പറയാം. നീ വിധവയാകും എന്നൊക്കെ പറഞ്ഞ് ശ്രുതിക്ക് രക്ഷപ്പെടാൻ കുറച്ചുകൂടി ഡോസ് എടുത്തിട്ട് അങ്ങ് കൊടുക്കുവാണ്. അപ്പോൾ ശ്രുതി പറഞ്ഞത് നീ കേട്ടില്ലേ? ഇവൻ്റെ അവസ്ഥ എന്താണെന്ന് നിനക്ക് ഇപ്പം മനസ്സിലായോ? ഇതൊരു തമാശക്കളിയാണെന്ന് ഇനി നീ കരുതണ്ട കേട്ടോ എന്ന് നീലിമ ശ്രുതിയോട് പറയുമ്പോൾ ഞാൻ നിന്റെ കാല് പിടിക്കാം, ശ്രുതി ഒന്നും ചെയ്യരുതെന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ ഇവൻ കാരണം എനിക്കുണ്ടായ നഷ്ടങ്ങളെ ചില്ലറയൊന്നും അല്ല എന്ന് നീലിമ പറയണം. അതിൽ അവസാനത്തേതാ ഞാൻ ഒരുപാട് മോഹിച്ച ആ പ്രോപ്പർട്ടി, അതെനിക്ക് നഷ്ടമായത് ഞാൻ ഒരിക്കലും പൊറുക്കില്ല എന്ന് പറഞ്ഞു. എനിക്ക് ഈ കളിയിൽ ജയിക്കണം, ജയിച്ചേ പറ്റൂ, അതിന് തന്നെ എൻ്റെ ഈ തിരിച്ചു വരവെന്നൊക്കെ നീലിമ പറയുമ്പോൾ എങ്കിലും ഞാൻ എന്താ ചെയ്യേണ്ടത് അതൊന്ന് പറയാൻ പറഞ്ഞു ശ്രുതിയെ. എനിക്ക് എൻ്റെ കാശ് വേണം, പിന്നെ പൈസ ബാക്കിയില്ലാതെ 50 ലക്ഷം രൂപ എനിക്ക് ഇപ്പം കിട്ടണമെന്ന് നീലിമ പറയുമ്പം ഞാനും ശ്രുതിയും വിചാരിച്ച 50 ലക്ഷം പോയിട്ട് 50,000 രൂപ പോലും ഉണ്ടാക്കാൻ പറ്റത്തില്ല എന്ന് ശ്രുതി പറയുമ്പം എങ്കിലും നീ ഒരു കാര്യം ചെയ്യ, ഇവൻ്റെ ഈ അവസ്ഥയെക്കുറിച്ച് നീ നിൻ്റെ അച്ഛനോട് പറയാൻ പറഞ്ഞു. അപ്പോഴേക്കും ശ്രുതി വീണ്ടും പെട്ടു. അയാൾ വലിയ കോടീശ്വരനല്ലേ, 50 ലക്ഷം രൂപ NRI അക്കൗണ്ടിലൂടെ നിനക്ക് അയക്കട്ടെ എന്നൊക്കെ നീലിമ പറയുമ്പോഴത്തേക്കും ശ്രുതി പെട്ടു. ആ കാശുമായിട്ട് നീ ഞാൻ പറയുന്നിടത്ത് വാ എന്നൊക്കെ നീലിമ പറയുക. നേരത്തേക്കും ശ്രുതിയുടെ പിടി മൊത്തം വിട്ടു. കാശ് തന്ന് നീ നിന്റെ ഭർത്താവിനെ കൊണ്ടുപോയിക്കോ, എനിക്കും വേണ്ട. അപ്പം നീ കരുതുന്നത് പോലെയൊന്നും അല്ല കാര്യങ്ങൾ നീലിമ. എൻ്റെ ഡാഡി ഒരു കേസിൽ പെട്ട് മലേഷ്യയിൽ ജയിലിലാണെന്നും ഡാഡിക്ക് കാശൊന്നും അയച്ചു തരാൻ പറ്റില്ല എന്ന കാര്യം പറയുമ്പം അങ്ങനെയാണെങ്കിലേ നിന്റെ ഭർത്താവിൻ്റെ കടയുണ്ടല്ലോ, ചന്ദ്ര ഹോം അപ്ലയൻസസ്, അത് എൻ്റെ പേർക്ക് എഴുതി തരാൻ പറഞ്ഞു. അപ്പോൾ അതും നീ ചെയ്തില്ലെങ്കിൽ നിന്റെ ഭർത്താവിനെ ഞാനങ്ങ് കൊല്ലുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നടുങ്ങി നിൽക്കുക ശ്രുതി. അങ്ങനെയെല്ലാം നീലിമ പറഞ്ഞിട്ട് നീ വലിയ ബുദ്ധിമതി ആയതുകൊണ്ട് ഞാൻ ഈ സംസാരിച്ചതൊക്കെ പോലീസിൽ അറിയിച്ച് ഭർത്താവിനെ രക്ഷപ്പെടുത്താവെന്നേ. നിനക്കൊരു വിചാരം വല്ലതും കാണും, പക്ഷെ വെറുതെയാ മോളെ, അവർ കാണുന്നതേ ശ്രുതിയുടെ ശവം മാത്രമായിരിക്കും എന്നൊക്കെ പറഞ്ഞു. നിനക്ക് ഞാൻ ഇത്ര സമയം തരും, അതിനുള്ളിൽ എനിക്ക് എൻ്റെ 50 ലക്ഷം രൂപയോ അല്ലെങ്കിൽ ആ ഷോറൂമോ ഏതെങ്കിലും ഒന്ന് കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് നമ്മുടെ നീലിമ ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് നീ നമ്പറിൽ വിളിക്ക്, എവിടെ വരണമെന്ന് ഞാൻ പറഞ്ഞു തരാമെന്നും പറഞ്ഞു.
അപ്പോൾ മോള് നല്ല തീരുമാനം എടുക്കുക കേട്ടോ. കാശം തന്നിട്ട് ഇവനെയും വിളിച്ചോണ്ട് പോടി എന്നും പറഞ്ഞുകൊണ്ട് നീലിമ ഫോൺ അങ്ങ് കട്ട് ചെയ്തു. ശ്രുതി മീരയിനെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ പോലീസിനെ അറിയിച്ച ശ്രുതിയുടെ ജീവൻ ആപത്താ. ശ്രുതി ആരും അറിയാതെ വേണം എന്തെങ്കിലും ഒരു നീക്കം നടത്താനെന്ന കാര്യങ്ങൾ ഇങ്ങനെ മീര പറയുന്നു. ദേ നമുക്ക് ഈ വിവരം സച്ചിയോട് പറഞ്ഞാലോ, അവൻ എങ്ങനെയെങ്കിലും ശ്രുതിയെ രക്ഷിക്കുമെന്നൊക്കെ പറഞ്ഞു. ഇത്തരം കാര്യങ്ങൾ ചെയ്ത് സച്ചിക്ക് എക്സ്പീരിയൻസ് ഉള്ളതല്ലേ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ശ്രുതി കുശുമ്പ ഞാനത് ആദ്യം ആലോചിച്ചതായിരുന്നു, പക്ഷെ സച്ചി ഇടപെട്ടാലേ കൂടുതൽ അത് പ്രശ്നങ്ങളിലേക്ക് പോകുള്ളൂ എന്ന് പറഞ്ഞു. എന്ത് പ്രശ്നം ഉണ്ടാകുമെന്ന് നീ പറയുന്നേ? അച്ഛൻ്റെ കാശ് നീലിമ തിരിച്ച് തന്ന വിവരം ഇതുവരെ ആരും അറിഞ്ഞിട്ടില്ലല്ലോ. ഈ പ്രശ്നത്തിൽ സച്ചി ഇടപെട്ടാൽ ആ പണം കൊണ്ടാണ് ശ്രുതി ഷോറൂം തുടങ്ങിയതെന്ന് എല്ലാവരും അറിയും. അതോടെ ഷോറൂം ഞങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള കാര്യങ്ങൾ ശ്രുതി പറയുവാണ് മീരയോട്. നീലിമയുടെ കാശ് തിരിച്ചു കൊടുക്കാൻ ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയും കാണുന്നില്ല മീര. ഷോറൂം എഴുതി കൊടുത്ത് നീലിമയുടെ മുന്നിൽ തോക്കാനും പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ വൈകുന്ന ഓരോ നിമിഷവും ശ്രുതിയുടെ ജീവൻ ആപത്താണെന്ന് നീ ഓർക്കണം എന്നും പറഞ്ഞ് അവൻ എങ്ങനെയെങ്കിലും അവരിൽ നിന്നൊരു മോചിപ്പിച്ച് പറ്റുള്ളൂ എന്ന് പറഞ്ഞ് മീരയും ശ്രുതിയും കൂടെ ചർച്ച ചെയ്തുകൊണ്ട് നിൽക്കുന്നിടത്ത് നിന്ന് നമ്മുടെ കഥ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ, സീ യു അഗെയിൻ, ടേക്ക് കെയർ, ബൈ ബൈ.